ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. പന്നകഭൂഷണൻ ദേവദേവൻ കണ്ണുകൾ പൂട്ടി തപസ്സിരുന്നു. പന്നകഭൂഷണൻ ദേവദേവൻ കണ്ണുകൾ പൂട്ടി തപസ്സിരുന്നു. കാമനടുത്തു മലരമ്പ് കയ്യിലെടുത്തു. ശലഭങ്ങൾ ഗാനാമൃതമേകി മത് പാനോത്സവമാടിനവ. ഗാനാമൃതമേകി മത് പാനോത്സവമാടിനവ. പൂനങ്ങൾ മന്ദമരുത്തിലായി കാനനം നന്ദനവാടിയായി. മാരൻ ഭഗവാന്റെ നേർക്കടുത്തു മാറിടം നോക്കി ശരം കൊടുത്തു. മാരൻ ഭഗവാന്റെ നേർക്കടുത്തു മാറിടം നോക്കി ശരം കൊടുത്തു. ദൃഷ്ടി തുറന്നു പുരഹാരം പെട്ടെന്നുണർന്നു. നടുക്കുന്ന കാമന്റെ കടുങ്കൈകൾ കാലാരി എരിഞ്ഞു ചുടു. കാമന്റെ കടുങ്കൈകൾ കാലാരി എരിഞ്ഞു ചുടു. ഭാവാത്മീയപ്പോൾ പടർന്നു കേറി അതിൽ പൂവമ്പൻ ഭസ്മമായി വീണുടഞ്ഞു. അതിൽ പൂവമ്പൻ ഭസ്മമായി വീണുടഞ്ഞു. ഭാവാത്മീയപ്പോൾ പടർന്നു കണ്ണില്ലതിൽ പൂവമ്പൻ ഭസ്മമായി വീണുടഞ്ഞു. അതിൽ പൂവമ്പൻ ഭസ്മമായി വീണുടഞ്ഞു. അപ്പോ ഈ എല്ലാരും കണ്ടല്ലോ, അതായത് കളറാണ് സംഭവം. കൂടാളി സ്കൂളിലെ മംഗമാരാണ് എൻ്റെ കൂടെയുള്ളത്. അപ്പൊ ഇവർക്കാണ് ഫസ്റ്റ് കിട്ടിയത്. നേരത്തെ നമ്മൾ കുറച്ചു മുമ്പില് നാടകത്തിന് ഫസ്റ്റ് കിട്ടിയത് കൂടാളി സ്കൂളിലായിരുന്നു. നമുക്ക് ഇവരെന്തായാലും ഒന്ന് പരിചയപ്പെടാം. പേര് പറയോ? ശിഖ കൃഷ്ണ, കൃഷ്ണാഞ്ജന, നയനിക, ശിവനന്ദ, സാൻവി, ശിവാംബിക, താനിയ, ഇഷാനി, പ്രാർത്ഥന. എന്തൊരു സ്പീഡാണല്ലേ! ഈ നിങ്ങളെ ഈ മംഗമാരെന്ന് പറയും. നമ്മള് ഈ കുറച്ചു മുമ്പ് തന്നെ നിങ്ങൾക്ക് തന്നെയാണ് ഈ കൂടാളി സ്കൂളിലാണ് നമ്മുടെ ഈ നാടകത്തില് ഫസ്റ്റ് കിട്ടിയത് അല്ലേ? എല്ലാവരും നിങ്ങള് കൂട്ടുകാർ തന്നെ ആയിരിക്കും അല്ലേ? എങ്ങനെയാണ്, ആരാണ് ഇതിന്റെ ഒരു പിന്നെ എഫോർട്ട് എങ്ങനെയാണ്? അതെ, ഇത് നമ്മുടെ സ്വന്തം കഴിവ് തന്നെയാണ്. ടീച്ചറും ഉണ്ട്. എവിടെ ടീച്ചറെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമോ? ആ അതെ, ടീച്ചർ വാന്ന് പറയുന്ന എന്നാലും വരും ടീച്ചർ. അതെ, ടീച്ചർ വാന്ന് പറഞ്ഞു. എന്റെ പേര് എങ്ങനെയാണ്? മക്കള് ഇതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളും അതിൻ്റെതായ രീതിയിൽ അതിന്റെ മത്സരത്തിന്റെ അതിൻ്റെതായ ഗൗരവത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടു. അതായത് നേരത്തെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ ഒരു ചെറിയൊരു സമീപനേക്ക് ചെയ്തു. ഒരാളും കൂടി പാടാൻ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ആ മോക്ക് നാളെ ആയിട്ടുള്ളത് കൊണ്ട് അവള് വേഗം പോയി. എന്തായാലും നമ്മുടെ ഗ്രാമിക ചാനൽ ഇത് ലൈവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പുറകോട്ട് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം. എങ്ങനെ തോന്നുന്നു ഇവരുടെ ഈ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ? ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ തന്നെ ചെയ്തു. അതാണ് ക്രെഡിറ്റ് മൊത്തം എനിക്കാണ്. അങ്ങനെയാണോ? ക്രെഡിറ്റ് മൊത്തം എനിക്കാണ്. അല്ല ഒരിക്കലും അല്ല, കുട്ടികൾക്കാണ് അതിന്റെ ക്രെഡിറ്റ് മൊത്തം. കാരണം എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്നുള്ളതിലാണ്. തീർച്ചയായിട്ടും നല്ല ട്രെയിനിങ് ആണ്. അതുപോലെ തന്നെ ഇവർ കളിക്കുന്ന മക്കൾ അതിൻ്റെതായ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്യാനായി കഴിഞ്ഞാലും കൃത്യമായിട്ട് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് പകുതി മുക്കാൽ ആൾക്കാരും. അതിന്റെ പാരന്റ്സ് ആയി കഴിഞ്ഞാലും ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാലും എല്ലാവരും അതിൻ്റെതായ എഫേർട്ട് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ആ പ്രൈസ് മേടിച്ചു കൂടി കൊടുക്കാൻ പറ്റിയപ്പോ അതിലേറെ സന്തോഷം. ഭയങ്കര സന്തോഷമായി. നിങ്ങളെ ഈ സ്കൂള് ഭയങ്കര സംഭവമാണ് ശരിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ ഹയർ സെക്കൻഡറി വിഭാഗത്തില് നാടകത്തിന് ഫസ്റ്റ് കിട്ടി. അപ്പൊ അത് നമ്മൾ നേരത്തെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്തേ ഉള്ളൂ. എന്തായാലും സംഭവം കളറാണല്ലേ അല്ലേ? എന്താണ് എന്തെങ്കിലും ഒരു പാട്ടാനും പാടാൻ പറ്റുമോ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പാടുന്ന ആളുണ്ടാവില്ലേ? ഇല്ലേ? ആരെങ്കിലും പാടും? രണ്ടുപേരും മതി. പ്രശസ്ത കവി സച്ചിദാനന്ദന്റെ 20 വയസ്സായ മകൾ. അത് നമ്മൾ മത്സരത്തിൽ പറഞ്ഞാൽ മതി. നീ തുടങ്ങിക്കോ, കുഴപ്പമില്ല. രാവ് മുതിർന്നു കിളി പോയി നീളിച്ച പാതയിൽ ചന്ദ്രൻ ചുകന്നു. വിളക്കണച്ചാലും ഇമയണയ്ക്കാതെ നീ കാക്കുവതാരെ അഴുക്കു കുമിഞ്ഞു കൂടുന്നൊരീ കോണിൽ വരാൻ ഏതു പാതിരാ സൂര്യനെ ഇല്ല ഉറങ്ങുകി ചന്ദ്രനും വ്യാളി തൻ വല്ലു മുളപ്പതിൻ മുൻപ് നിൻ സ്വപ്നവും കല്ലിച്ചിടും മുൻപ് ലജ്ജയാൽ അച്ഛൻ്റെ എല്ലു കറുത്തു പോം മുമ്പ് കുറുനരിങ്ങും മണത്തെത്തിടും മുൻപ് ദൈവങ്ങൾ മിണ്ടാതെ
കത്തിക്കു മൂർച്ചയാകും കവിതാ പാരായണം സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ശരിക്കും ഞാൻ ഇത് മൊത്തം ഇരുന്ന് കേട്ടേനെ. പക്ഷെങ്കില് പിന്നെ കവിതാ പാരായണത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആ ഉണ്ട്. ഒന്നാം സമ്മാനം തന്നെ അടിച്ചിട്ടുണ്ടാവും. ഇല്ല ഇപ്രാവശ്യം ഇത് കിട്ടിയിട്ടില്ല, ഫസ്റ്റ് ടൈം വേണ്ട കിട്ടിയില്ല. എന്നിട്ട് നമ്മൾ വഴിയെ തുടങ്ങുമല്ലേ ആ. എന്തായാലും. പിന്നെ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? പാടിയ ഇതാണ് ഒരാൾ പാടിയത്, നേരത്തെ മിസ്സായത്, ജസ്റ്റ് മിസ്സായി. എന്ത് പറ്റി? ഇല്ല സൗണ്ട് ഇല്ല, അതാണ്. അപ്പൊ ഇത്രയും സിൻസിയർ ആയിട്ട് പാടുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല. അങ്ങനെ പറ. ഇനിയൊന്നും പറയാനില്ല, അടിപൊളിയാണ് സംഭവം എന്തായാലും. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? പറയാം ഇല്ല. അപ്പൊ ഒന്നും പറയാനില്ല, നമുക്കും ഒന്നും പറയാനില്ല. കാരണം അത്രയും കളർഫുള്ളാണ് പരിപാടികളെല്ലാം. ഏതായാലും കൂടാളി സ്കൂളിന്റെ നമ്മളിപ്പോൾ രണ്ടാമത് ചെയ്ത ഒരു സംഭവമാണ്. ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്തതാണ്. എന്തായാലും ഇവരുടെ പെർഫോമൻസ് എല്ലാം കാണാൻ നമ്മുടെ ഈ ഗ്രാമികയുടെ ലൈവ് ഒന്ന് കാണണം. ഒന്ന് തൊട്ട് ഒന്ന് പുറകോട്ടടിച്ചാൽ മതി. കളറാണ് സംഭവം, അടിപൊളിയാണ് സംഭവം. ഏതായാലും കൂടാളി സ്കൂളിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് പിന്നെ അടിപൊളിയല്ലേ, റെഡിയല്ലേ? എന്നാൽ പിന്നെ നമുക്ക് ആർപ്പോ ഇറ പറയാലോ. എന്തു പറയും? എന്തേലും ഒന്ന് പറയണല്ലോ ഇത് അവസാനിപ്പിക്കാൻ. ഓക്കെ, റെഡി? അപ്പോൾ ഓക്കെ, ആർപ്പോ? ഇല്ല, നിങ്ങളുടെ ഭാഷ എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് നമ്മള് ഇതിന്റെ നിങ്ങളെല്ലാം തിരുവാതിരന്റെ സംഭവമാണല്ലോ. എന്തായാലും സംഭവം സെറ്റല്ലേ, അടിപൊളിയല്ലേ, എല്ലാവരും സന്തോഷമല്ലേ? അപ്പോൾ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമാണ്, ഇവരൊന്നും പറയുന്നില്ല, ആർപ്പോ ഇല്ല, ഇറവും ഇല്ല. എന്തായാലും സംഗതി കളറാണ്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത പിന്നെ കളറായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റേജിലെ പരിപാടികളിലേക്ക് പോവാം.